സെക്ഷുവാലിറ്റിയും സ്പിരിച്വാലിറ്റിയും ഹൈ പവറുള്ള രണ്ട് കാര്യങ്ങളാണ്. സെക്ഷുവാലിറ്റിയിലൂടെ നശിച്ചു പോവാം, സ്പിരിച്വാലിറ്റിയിലൂടെ നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. ഞാൻ ആ വ്യക്തിയുമായിട്ട് ഇരുന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ തോന്നി. ഭർത്താവ് വീട്ടിലിരിക്കാം, മനസ്സിലായോ, എനിക്ക് ഭയങ്കര ഫീൽ തോന്നി. ഒരു സ്ത്രീയുടെ നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് നോക്കി നന്നായിട്ട് സെക്ഷുവാലിറ്റി പുഷ് ചെയ്താൽ ആ സ്ത്രീയിൽ ഈ പറയുന്ന സെക്ഷുവാലിറ്റി ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? ഇതാണ് നമുക്ക് ചുറ്റും എല്ലായിടത്തും സംഭവിക്കുന്നത്. ഇതിനെയാണ് കണക്ഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? ഇത് ഒരു കണക്ഷനല്ല, ഇത് ട്രാപ്പാണ്. നമ്മൾ നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ തകർന്ന് തരിപ്പിടാവൂരാകൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത്. മനസ്സിലായോ? പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ ഇതിന്റെ ഒരു അത്യാവശ്യം ഇല്ലേ? ഇപ്പൊ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാല് ഉണ്ട്. ഏത് റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞു വരുന്നത്, നമുക്കൊരു മനുഷ്യനുമായിട്ട് ഏറ്റവും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏറ്റവും അടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം സെക്ഷുവാലിറ്റിയാണ്. വേറെ ഒന്നുമില്ല. ഒരു മനുഷ്യരെ നമുക്ക് അടിമയാക്കാനും ഒരു മനുഷ്യരെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും പറ്റുന്ന സെക്ഷുവാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കും, തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ചെയ്തിട്ടുണ്ടല്ലേ, ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ നിമിഷം നമ്മൾ വീക്കായി. നമുക്ക് എപ്പോഴാണോ ഫിയർ ഫാക്ടർ ജനറേറ്റ് ആവുന്നത്, നമ്മൾ എപ്പോഴാണോ വീക്കാവുന്നത്, അടുത്ത നിമിഷമാണ് നമുക്ക് കിട്ടും. ഞാൻ വളരെ ദോഷവും കർമ്മങ്ങളും തലയിൽ വാങ്ങി വെച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ എൻ്റെ പങ്കാളിക്ക് അത് കൊടുക്കുന്നത്. എൻ്റെ പങ്കാളിയെ അടുത്ത നിമിഷം പോലെ തകരാൻ തുടങ്ങും. അവരുടെ ലൈഫിൽ രക്ഷപ്പെടാൻ നടക്കൂല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ വെർജിനിറ്റിയെ കാത്തു സൂക്ഷിക്കാൻ പറയുന്നത്. വെർജിനിറ്റി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ആണെങ്കിലും ആൺകുട്ടിയുടെ ആണെങ്കിലും വെർജിനിറ്റി എന്ന് പറയുന്നത് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയ ഒരു എനർജിയാണ്. അതായത് സെക്ഷൽ എനർജീനെ പുറത്ത് നിന്ന് വരുന്ന സെക്ഷുവാലിറ്റിയിലുള്ള ഇതുപോലെ നെഗറ്റീവ് എനർജികൾ ബ്ലോക്ക് ചെയ്യാൻ ഈശ്വരനായിട്ട് കൊടുത്തിരിക്കുന്ന ബ്ലെസ്സിങ് ആണ് ഈ വെർജിനിറ്റി. ഞാൻ വീണ്ടും പറഞ്ഞു, ബയോളജിക്കൽ പ്രോസസ്സുകൾ മാറ്റി തീർത്ത് വെർജിനിറ്റി ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം. പക്ഷെ ഞാൻ വെർജിനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്ത എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും, അങ്ങനെ എടുത്താൽ മതി. ഇതിന് നമുക്ക് അതിന്റെ മറ്റേ ഇത് മാറ്റി നിർത്താം, ബയോളജിക്കൽ പ്രോസസ്സ് മാറ്റി നിർത്താം. ആ ഒരു ചിന്ത എത്രത്തോളം ആയിരിക്കും. ഓക്കെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊരു പ്രശ്നങ്ങളും സംഭവിക്കില്ല. തീർച്ചയായിട്ടും. നമ്മുടെ ഊർജം, നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്ന പോസിറ്റീവായ ഊർജത്തിന് പവറാണത്. അങ്ങനെ എത്ര പേർക്ക് ചിന്തിക്കാൻ പറ്റും? നമ്മളിങ്ങനെ ചിന്തിക്കും, തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ചെയ്തിട്ടുണ്ടല്ലേ, ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത നിമിഷം നമ്മൾ വീക്കായി. നമുക്ക് എപ്പോഴാണോ ഫിയർ ഫാക്ടർ ജനറേറ്റ് ആവുന്നത്, നമ്മൾ എപ്പോഴാണോ വീക്ക് ആവുന്നത്, അടുത്ത നിമിഷാസാണ് നമുക്ക് കിട്ടും. അവിടെ നമുക്ക് മറ്റെന്തിനെ പറ്റിയും വേണമെങ്കിലും ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് മറ്റൊന്നിനെയും പറ്റിയും ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രശ്നങ്ങളോ ബാക്കി കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ ഇതിന്റെ ഒരു അത്യാവശ്യം ഇല്ലേ? ഇപ്പൊ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാല് ഉണ്ട്. ഏത് റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞു വരുന്നത്? ഭാര്യ ഭർത്താവ് ബന്ധത്തിലാണോ, മറ്റുള്ള ബന്ധത്തിലാണോ? ഇന്നത്തെ കാലത്ത് മറ്റു ബന്ധത്തിലും ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് വന്നു പോകുന്നില്ലേ? ഉണ്ട്. നമുക്കൊരു മനുഷ്യനുമായിട്ട് ഏറ്റവും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏറ്റവും അടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം സെക്ഷുവാലിറ്റിയാണ്. വേറെ ഒന്നുമില്ല. ഒരു മനുഷ്യരെ നമുക്ക് അടിമയാക്കാനും ഒരു മനുഷ്യരെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും പറ്റുന്ന സെക്ഷുവാലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ആണല്ലോ. ഇതെന്ത് പറ്റുമെന്നതാണ് ചോദ്യം. സെക്ഷുവാലിറ്റിയോടെയാണ് നമുക്ക് ഈ പറയുന്ന കർമ്മം കിട്ടുള്ളൂ. നമ്മൾ നോക്കി കണ്ട് ചെയ്തില്ലെങ്കിലേ തകർന്ന് തരിപ്പിടാവൂരാകൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത്. മനസ്സിലായോ? അതായത് ഒരു പെൺകുട്ടി, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ പൂർവികർ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്, കർമ്മഫലം എന്താണ്, ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന എനർജി എന്താണ്, എനർജി വേരിയേഷൻ എന്താണ്, ശാപം എന്താണ്, ഒന്നും നമുക്കറിയില്ല. ഇതുപോലെ തന്നെ ഒരു പുരുഷന്റെ കാര്യം, ഒരു പുരുഷനുമായി ഏതെല്ലാം സ്ത്രീകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, എന്തെല്ലാം ശാപങ്ങളായിട്ടാണ് നടക്കുന്നത്, എന്തെല്ലാം ലൈഫിലേക്കാണ് അഴുക്കുകളായിട്ടാണ് കൊണ്ടുനടക്കുന്നത്, ഒന്നും ഒരു പെൺകുട്ടിക്കും അറിയില്ല. ഒരു ഇന്റിമസി ഫീൽ ചെയ്യാം. അവിടെ അർത്ഥം റിലേഷൻഷിപ്പിലോട്ട് പോവാം, തകർന്ന് തരിപ്പടായിട്ട് നിലത്തി വീഴും. മനസ്സിലായോ? ഒന്നും ചെയ്യാൻ എത്രയോ ജീവിതങ്ങളാ തകർന്നു പോയിരിക്കുന്നത്. അതെങ്ങനെ തകരുന്നത്? അതായത് ഒരു റിലേഷൻ വന്നു പോയി ഒരു ഇമോഷണൽ ഡാമേജ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു റിലേഷൻ വരുന്നു, ആ പെൺകുട്ടി ഒരു ഇന്റർകോഴ്സിലോട്ട് പോകുന്നു, ആ ചെറുക്കൻ പോകുന്നു, പിന്നീട് പെൺകുട്ടി തകർന്ന് തരിപ്പണമായി പോകുന്നത് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? അപ്പൊ നമ്മൾ വിചാരിക്കും ഇമോഷണൽ ഡാമേജ് കൊണ്ടാണ്. ഒരിക്കലും അല്ല. ഇമോഷണൽ ഡാമേജിന്റെ അപ്പുറം ആ പെൺകുട്ടിക്ക് കിട്ടുന്ന ശാപം ഭയങ്കര വലുതാണ്. ഈ പുരുഷനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ശാപം. മനസ്സിലായോ? ഒരു കാരണവശാലും അടുത്ത ഗ്രേഡിലോട്ട് പോകാൻ പറ്റില്ല അതിന്. അപ്പോ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ. അതുകൊണ്ടാണ് പറയുന്നത് സ്പിരിച്വാലിറ്റിയും സെക്ഷുവാലിറ്റിയും ഏറ്റവും പവർഫുള്ളായ രണ്ട് കാര്യങ്ങളാണ്. സെക്ഷുവാലിറ്റി നമ്മളെ ജീവിതത്തിന്റെ ഏറ്റവും മോശമായ കാര്യങ്ങളോട്ട് നമ്മൾ കൊണ്ടെത്തിക്കും. ഒരിക്കലും രാഹുലെ സെക്സ് ചെയ്താൽ മതിയാവില്ല. അങ്ങനെ മതിയായ ഒരാളെ കാണിച്ചു തരും, ചെയ്തുകൊണ്ടേയിരിക്കാം. അയ്യേ നമുക്ക് തോന്നും, ഇറ്റ്സ് എ റിയാലിറ്റി. മനസ്സിലായോ? ഞാനീ പറയുമ്പോൾ അത് മടുക്കൂല. മനസ്സിലായോ? അത് ഇന്ന് നാളെ തന്നെ പിന്നെയും ഓരോ സ്ത്രീകളും ഓരോ പുരുഷന്മാരും മാറി പോയിക്കൊണ്ടിരിക്കുക. ഏതൊരു ലൂപ്പാണെന്ന് ചിന്തിച്ചു നോക്കിയേ. എവിടെ ഒരു ലൂപ്പില്ല ഇതിൻ്റെ അകത്ത്. അതെ,
മനസ്സിലായോ? ഈ സെക്ഷുവാലിറ്റിയിലൂടെയല്ലേ പല പ്രശ്നങ്ങളും സ്റ്റാർട്ട് ആവുന്നത്. ഈ സെക്ഷുവാലിറ്റിയിലുള്ള പല പ്രോബ്ലംസ് സ്റ്റാർട്ട് ആവുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതം നശിച്ചു പോകുന്നതും ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാണ്ടാവുന്നതും പല സ്ത്രീകളുടെ ജീവിതം ചവിട്ടി അരയ്ക്കപ്പെട്ടതും പല പുരുഷന്മാരുടെ ജീവിതം ചവിട്ടി അരയ്ക്കപ്പെട്ടതും സാമ്പത്തികമായ നഷ്ടങ്ങൾ വന്നതും സാമ്പത്തികമായി ഹണി ട്രാപ്പ് പോലുള്ള പല കാര്യങ്ങളും ബുഷിങ് ചെയ്യുന്നതെല്ലാം ഈ പറയുന്ന സെക്സ് എന്ന് പറയുന്ന ഒറ്റ ഊർജത്തിലല്ലേ. ആ ഊർജത്തിന് എന്ത് പവർഫുൾ ആണ്. സെക്സ് എന്ന് പറയുന്ന ഊർജത്തിന് നമ്മുടെ ജീവിതത്തെ ഇല്ലാണ്ടാക്കാനും നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും മനോഹരമാക്കാനും സാധിക്കും. ഏറ്റവും മനോഹരമാക്കണമെങ്കിൽ അതിന് ഏറ്റവും ക്വാളിഫിക്കേഷനുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം. തിരിച്ചാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ചവിട്ടി അരയ്ക്കും. ഇതിപ്പോ ഞാൻ പറയുന്ന സോഷ്യൽ കണ്ടീഷന്റെ ഭാഗമായിട്ട് കൂടിയാണ്. മനസ്സിലായോ? ഇത് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് ആളെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്ക്. ഈ ഊർജത്തെ കൺട്രോൾ ചെയ്തേ പറ്റൂ. മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ ദൈവത്തിലോട്ട് ചെല്ലാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന മോക്ഷം കിട്ടാനോ ഒന്നല്ല. ഈ ഇത്തരത്തിലുള്ള പല നെഗറ്റീവ് എൻറ്റിറ്റികളുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ ഊർജ്ജത്തിന് നിങ്ങൾ കൃത്യമായി കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോഴും പറയുന്നു ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. അതൊക്കെ വേണം നമ്മുടെ ആരോഗ്യപരമായിട്ടും നമ്മുടെ ഹോർമോൺ ചേഞ്ചിനും നമ്മുടെ മാനസികമായിട്ടുള്ള വികാസത്തിനും ഇതെല്ലാം വേണം. ആരുമായിട്ടുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. മനസ്സിലായോ? വഴി കൂടെ പോകുന്ന ഏതെങ്കിലും ഒരാളായിട്ടോ ഒരാളെന്നെ നോക്കി കണ്ടു ചിരിച്ചു തോന്നി. ചിലരൊന്ന് പറഞ്ഞേക്കാം, അല്ല സാറേ എനിക്ക് അറിയില്ല, ഞാൻ ആ വ്യക്തിയുമായിട്ട് ഇരുന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ തോന്നി. ഭർത്താവ് വീട്ടിലിരിക്കുക, മനസ്സിലായോ? എനിക്ക് ഭയങ്കര ഫീൽ തോന്നി. അപ്പോൾ കാപ്പി കുടിക്കാൻ പോയെന്ന് വെച്ചാൽ ഞാൻ അറിയാതെ എഴുന്നേറ്റ് പോയി കാപ്പി കുടിച്ചു. പിന്നീട് അങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ പിന്നീടൊന്നും പറയാറില്ല. കാരണം അടുത്ത ഘട്ടത്തിലോട്ട് കുറ്റം പറയേണ്ട വിഷയമില്ല. ഇത് പുരുഷന്മാരും പറയാറുണ്ട്, അറിയില്ല സാറേ വീട്ടില് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസാ. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു, എന്ത് ചെയ്യാന്ന് ചോദിച്ചു, അയ്യോ ഭയങ്കര ക്ഷീണമാണല്ലോ ഒരു ഗുളിക വാങ്ങിച്ച് കഴിക്കൂ. ഇത്തരത്തിലുള്ള വളരെ നമ്മുടെ ലൈഫിൽ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില വാക്കുകളൊക്കെയാണ് സമയത്ത് വീഴുന്നത്. അപ്പോൾ നമ്മൾ ചില മനുഷ്യരുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ വളരെ നെഗറ്റീവായ മനുഷ്യര് നമ്മുടെ ശരീരത്തോട്ട് സെക്ഷുവാലിറ്റിയുടെ ഊർജത്തെ ബുഷ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ രാഹുലിന്റെ മുഖത്ത് നോക്കി ഇപ്പോ രാഹുൽ ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കാം. ഇത്തരത്തിലുള്ള കർമ്മങ്ങളും ഇത്തരത്തിലുള്ള ജപങ്ങളും ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ഊർജത്തെ മറ്റൊരു ശരീരത്തോട്ട് കടത്തിവിടാൻ പറ്റും. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്റെ മുന്നിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജപങ്ങളും മന്ത്രങ്ങളും ചെയ്യുന്ന മുന്നിൽ വന്നിരിക്കുന്ന ഒരു സ്ത്രീയുടെ നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് നോക്കി നന്നായിട്ട് സെക്ഷുവാലിറ്റി പുഷ് ചെയ്താൽ ആ സ്ത്രീയിൽ ഈ പറയുന്ന സെക്ഷുവാലിറ്റി ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? ഇതാണ് നമുക്ക് ചുറ്റും എല്ലായിടത്തും സംഭവിക്കുന്നത്. ഇതിനെയാണ് കണക്ഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇത് ഒരു കണക്ഷനും അല്ല, ഇത് ട്രാപ്പാണ്. 100% ഞാൻ പറയുന്നത് ട്രാപ്പാ. മനസ്സിലായോ? ഈ എനർജീനെ, അതായത് നമ്മൾ എടുക്കുന്ന ഈ എനർജീനെ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഒരാളിലോട്ട് കടത്തിവിടാൻ പറ്റും. ആ ആളിലോട്ട് ചിന്തകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ കടത്തിവിടുന്ന എനർജിയാണ് തിങ്കിങ്, ചിന്തകൾ, തോട്ട്സുകൾ. നമ്മൾ ആ ബ്രെയിൻ എന്ത് എനർജിയാണ് ആ സമയത്ത് സ്വീകരിക്കുന്നത്, എന്ത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്, അത് ചിന്തിക്കാൻ തുടങ്ങും. എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് അവർക്ക് അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ചില ആണുങ്ങളുടെ അടുത്ത് പോയിരിക്കുമ്പോൾ, ചില വ്യക്തികളുടെ അടുത്ത് പോയിരിക്കുമ്പോൾ അവർ തനിയെ എഴുന്നേറ്റ് പോകും അവരുടെ കൂടെ. കാരണം അവർ അത്രയും സെക്ഷുവാലിറ്റി പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ഉള്ളിൽ ഈ ഊർജ്ജത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന് ഇവർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പുഷ് ചെയ്യുന്നതിൻ്റെ ഒപ്പം വളരെ മനോഹരമായ വാക്കുകളും വളരെ മനോഹരമായ സ്ഥലങ്ങളും ഇവർ ഉപയോഗിക്കും. അങ്ങനെ ചിന്തിച്ചോ, ട്രാപ്പ്. നിങ്ങളെ ഏറ്റവും മനോഹരമായ സ്ഥലത്ത് കൊണ്ടിരുത്തി നിങ്ങളെ ഏറ്റവും മനോഹരമായ രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഒരു എനർജി നിങ്ങൾക്ക് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ട്രാപ്പ് രാഹുലെ തിരിച്ചു പോരാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ സമയത്ത് ഭർത്താവിനും പറ്റി ചിന്തിക്കില്ല, ഭർത്താവാണെങ്കിൽ ഭാര്യനും പറ്റി ചിന്തിക്കില്ല, മക്കളെയും പറ്റി ചിന്തിക്കില്ല, അമ്മേനും പറ്റി ചിന്തിക്കില്ല, ആരെയും പറ്റി ചിന്തിക്കില്ല. അവിടെ നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ സമാധാനം, എൻ്റെ സന്തോഷം ഒന്നുമില്ല, നശിക്കാൻ പോവാ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളും ഭാര്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അല്ലാതെ വഴിക്കൂടെ പോണ ആളുകളുടെ കയ്യിലല്ല ഇരിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് പ്രശ്നം. അപ്പോൾ ഈ ഊർജത്തെ കൃത്യമായി മാനേജ് ചെയ്തില്ലെങ്കിൽ തകർന്ന് തരിപ്പണമാവും. മരണത്തിലോട്ട് വരെ നിങ്ങൾ എത്താം. മനസ്സിലായോ? നിങ്ങളുടെ അബണ്ടൻസ് മുഴുവൻ നഷ്ടപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്തോട്ട് എപ്പോഴും വരുന്നത് വളരെ നെഗറ്റീവായ ആളുകളാണ്. കാരണം നെഗറ്റീവായ ആളുകൾക്ക് ഈ സ്പിരിച്വാലിറ്റിയിൽ ഊർജ്ജം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആളുകളെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവർ നേരെ അടുത്ത് വരും, ഈ കാര്യങ്ങളെല്ലാം പുഷ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള പുഷിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക. അതിന് പറ്റുമെങ്കിൽ അമ്പലത്തിൽ പോവാ, പള്ളിയിൽ പോവാ, കുറച്ച് സാധനങ്ങളോ കുറച്ച് ഏതെങ്കിലും നല്ല മന്ത്രങ്ങളോ എല്ലാം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ എനർജീസിനെ കൺട്രോൾ ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്നും മറ്റൊരാൾ പുഷ് ചെയ്യുന്ന
ഒരു എനർജിയും നമ്മുടെ ശരീരത്തോട്ട് സ്വീകരിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലായി? ഞാൻ പല പ്രൊട്ടക്ഷൻസും പഠിപ്പിക്കുന്നുണ്ട് ആളുകളെ, എൻ്റെ അടുത്തോട്ട് വരുന്ന ആളുകളെ. ഈ പ്രൊട്ടക്ഷൻസ് നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യനെ ആണെങ്കിലും നിങ്ങളുടെ മക്കളെ ആണെങ്കിലും നമ്മുടെ ഭർത്താവിനെ ആണെങ്കിലും നമ്മൾ ഈ ലെവലിൽ കൊണ്ടിരുത്തിയേ പറ്റൂ. ഇനി അവർക്ക് വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. കാരണം അത്തരത്തിലുള്ള എത്ര സ്ത്രീകളെന്ന് പറയുമോ സെക്ഷൽ പൊസഷൻ കൊണ്ട് നടക്കുന്നത്. സെക്ഷൽ പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ സെക്ഷുവാലിറ്റി തിളച്ച് മറിയാം. അവരെ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇതാരാണെന്ന്. വളരെ സൗമ്യമായ സ്വഭാവം, വളരെ അടിപൊളി, വളരെ ജെന്റില്, വളരെ പ്രൊഫഷണൽ, പക്ഷെ അവരുടെ ഉള്ളിൽ ഫുള്ള് സെക്ഷുവാലിറ്റിയാണ്. അവരുടെ അടുത്ത് പോയി ഇരുന്ന അവർ സെക്ഷുവാലിറ്റി പുഷ് ചെയ്യും. അവരറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്യുന്നത്, ഇത് ഓട്ടോമാറ്റിക്കാ. മനസ്സിലായോ? സെക്ഷുവാലിറ്റി കുറച്ച് നാൾ ഇപ്പൊ ബോസ് ആവാം, ഫ്രണ്ട് ആവാം, ആര് വേണമെങ്കിലും ആവാം. കുറച്ച് നാൾ അവരുടെ കൂടെ ഇരുന്ന് കഴിയുമ്പോൾ അവരോടൊരു താല്പര്യം തോന്നും, അവരോടൊരു ഇഷ്ടം തോന്നും, പിന്നീട് അത് വേറെ റിലേഷനോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഈ എനർജി വേരിയേഷനാണ്. കാരണം ഞാൻ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ എന്റെ ശരീരത്തിലോട്ട് ഒന്നും നടക്കൂല. മനസ്സിലായോ? അവിടെ ഇരുന്ന് പുഷ് ചെയ്യുള്ളൂ, അതായത് എനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിൻ്റെ അകത്ത്. മനസ്സിലായോ? ഇനി രാഹുൽ അവിടെ നിന്ന് എന്ത് പുഷ് ചെയ്താലും അത് റിഫ്ലക്ഷൻ അടിക്കും. രാഹുൽ എനിക്ക് അതായത് ഞാൻ സ്പിരിച്വൽ ആണെങ്കിൽ രാഹുൽ എനിക്ക് പുഷ് ചെയ്താൽ ഞാൻ ഓൾറെഡി പ്രൊട്ടക്ഷൻ ഇട്ട് വെച്ചേക്കാം. മനസ്സിലായി? എന്റെ സാധനയിലൂടെ എന്റെ മെഡിറ്റേഷൻ പ്രൊട്ടക്ഷൻ ഇട്ട് വെച്ചേക്കാം. രാഹുൽ എനിക്ക് ചെയ്യുന്നത് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തതാണെങ്കിൽ അടുത്ത നിമിഷം രാഹുലിന് നെഗറ്റീവായിട്ട് തിരിച്ചു വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് പ്രശ്നം. ഈ പ്രൊട്ടക്ഷനും ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നിത്യമായ സാധനങ്ങളുടെയും പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ മക്കളെയും നമുക്ക് സംരക്ഷിക്കാം. ഇല്ലെങ്കിൽ കൈവിട്ടു പോകും. മനസ്സിലായി? അതുകൊണ്ടാണ് സ്പിരിച്വൽ ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് ഒരുപാട് കളിക്കാൻ പോകുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നമുക്കിട്ട് പണി കിട്ടും. സ്പിരിച്വൽ ആവാന്ന് പറഞ്ഞാൽ നമുക്കും ആവാൻ പറ്റും, മറ്റുള്ളവർക്ക് ആവാൻ പറ്റുന്നത് നമുക്കും ആവാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷുവാലിറ്റിയും സ്പിരിച്വാലിറ്റിയും ഹൈ പവറുള്ള രണ്ട് കാര്യങ്ങളാണ്. സെക്ഷുവാലിറ്റിയുടെ നശിച്ചു പോവാം, സ്പിരിച്വാലിറ്റിയിലൂടെ നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം.